a big welcome. നമ്മളെല്ലാവരും ജയറാമേട്ടൻ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ജയറാമേട്ടനെ കുറിച്ചും തീർച്ചയായിട്ടും ഉർവശി മാമിനെ കുറിച്ചുമാണ്. ആൻഡ് ഇപ്പോ ആള് പറയുമായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വീട്ടില് ഓരോ ഷോട്ട് കഴിയുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു എന്നുള്ളത്. യെസ്, എന്താ ഡൗട്ട് ഉണ്ടോ? നീ ആ നിൽക്കുന്ന ആള്, രണ്ട് മക്കളിൽ ഒരാള് അനന്തിക. യെസ്. സോ അനന്തിക, ഇപ്പോ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനോട് ഇത്രയും നാള് ഷൂട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലോ ഒന്നും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് പറയാൻ ഒരു കാര്യം പറഞ്ഞ എന്ത് പറയൂ? ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. സാർ പണ്ടൊരു ആന ഉണ്ടായിരുന്നല്ലോ, എനിക്ക് സാർ ഇങ്ങനെ ആനേനൊക്കെ വയ്ക്കണായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇല്ല, അതാ സാർ ചെണ്ട കൊട്ടുന്നതാണെങ്കിലും നമ്മൾ ആനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കുറെ കേട്ടേക്കണേ. സാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ആനയാ? എനിക്ക് മാത്രോ? ഇല്ല, അങ്ങനെയല്ല. ആക്ടേഴ്സ് അല്ല, ബാബു നമ്പൂരി സാറിന് ആനയുണ്ട്, ഗണേശൻ ആനയുണ്ട്, സുരേഷ് ഗോപി ആനയെ നടക്കിരുത്തിയിട്ടുണ്ട് ഗുരുവായൂര്. അതാണ് ജയറാമേട്ടനിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പൂയത്തരം സാറ് വന്നിട്ട് കൊട്ടാറുണ്ടല്ലോ. പിന്നെ ആരോടാ? യെസ്. ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ് ജയറാമേട്ടനോട്. ഇത്രയും എത്ര ദിവസത്തെയായിരുന്നു സർ ഷൂട്ട് ഉണ്ടായിരുന്നത്? 40 days. ഓൾറൈറ്റ്. ആ 40 ദിവസത്തില് അപ്പായിട്ട് വിളിച്ച് അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇതുവരെ പറയാൻ പറ്റാത്ത ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും പെട്ടെന്ന്? எல்லாருக்கும் வணக்கம். நான் சார் கிட்ட அவரோட ஒர்க் பத்தி நிறைய பேசியிருக்கேன். ஆனா டைரக்டா இந்த ஸ்டேட்மெண்ட் இப்படி நான் சொன்னதில்லை. சார், நான் ஒரு பெரிய ஃபேன், உங்களுடைய ஃபேன். இப்போ டைரக்டா, ஏன்னா மேம் சார் ரெண்டு பேருக்கும் காம்ப்ளிமெண்ட் சம்டைம்ஸ் டைரக்டா சொன்னா அவங்க ஓகே அப்படி இருப்பாங்க. ஸோ அது சொல்ல முடிஞ்சதில்லை. பெரிய ஃபேன், அவ்வளோதான். Alright, thank you so much. And ജയറാമേട്ടാ, over to you. നമസ്കാരം. ആദ്യമായിട്ട് കുറച്ച് വൈകി വന്നതിൽ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, അത് ഷൂട്ടിംഗ് ആയാലും മറ്റ് ഈവൻസ് ആയാലും പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താണെങ്കിലും ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ ചെന്ന് എത്തിപ്പെടണം എന്നുള്ളത് എപ്പോഴും ഞാനൊരു പോളിസിയായിട്ട് കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് ഒരുപാട് ദൂരെ നിന്നാണ് യാത്ര ചെയ്ത് വരുന്നത്. ഇപ്പോൾ വരുന്ന വഴിക്ക്, ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് തിരിയുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് പേട്ട ജംഗ്ഷനിൽ ഒരു ലോറി ഒരു കാറിലേക്ക് മറിഞ്ഞു വീണൊരു തീ പിടിച്ചെന്തോ ഒരു വിഷയം ഉണ്ടായിട്ട് അവിടെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് 1 way ആയിട്ട് ഞാൻ 3:30 മണിക്ക് എത്തിയതാണ്. ഇവിടെ 1.5 മണിക്കൂറായി ആ ബ്ലോക്കിൽ കടന്നു പോയത് കൊണ്ടാണ്. അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ സിനിമയെക്കുറിച്ച് പരിമള ആൻഡ് കോ സിനിമ ഇനി തിയേറ്ററുകളിൽ എത്താനായിട്ട് 4-5 ദിവസങ്ങളാണുള്ളത്. ഇപ്പോഴും എൻ്റെ അടുത്ത് പരിമള ആര് എന്നുള്ളത് ആളുകൾ ചോദിക്കാറുണ്ട്. ഉർവശി മുന്താനെ മുടിച്ച് എന്നുള്ള ഭാഗ്യരാജിൻ്റെ ചിത്രത്തിൽ പരിമളം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ ഉർവശി ആയിരിക്കാം പരിമള എന്ന് പലരും അതല്ലേ എന്നോട് ചോദിച്ചു. എന്തായാലും അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ സസ്പെൻസ് ഒന്നുമില്ല എങ്കിൽ പോലും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഒരു ദിവസം ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏകദേശം ഒരു 15-20 ദിവസങ്ങളായി ഞങ്ങൾ ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ഞാൻ പല ഭാഷകളിലായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പരിമള ആൻഡ് കോയിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് പാണ്ഡ്യരാജ് എന്നുള്ള ഡയറക്ടർ തന്നെയാണ്. ഓരോ സിനിമകളും വ്യത്യസ്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ പസംഗ തൊട്ട് കടക്കൊട്ടി സിംഗം തൊട്ട് തലൈവ തലവി തൊട്ട് എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകളായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയുടെ തിരക്കഥ ഏകദേശം കുറച്ച് മുമ്പ് എഴുതി വെച്ചതാണ്. അദ്ദേഹം സൂര്യ വെച്ചാന്ന് തോന്നുന്നു അടുത്ത സിനിമ തുടങ്ങുന്നതിന് മുമ്പ്
പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് ഞാനും ഉർവശിയും എത്തിപ്പെടുകയും ചെയ്തത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മൾ 80-90 കാലഘട്ടങ്ങളിൽ ഞാനും ഉർവശിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടില്ലേ, അത്തരം ഒരു സിനിമ തന്നെയാണ് പരിമള ആൻഡ് കോ. അതിലേക്ക് അടുത്ത എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം ഉർവശിയായിട്ട് ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഉർവശിക്കും അത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഒരുപാട് സന്തോഷം. അത് ഇതിനിടയ്ക്ക് പഞ്ചതന്ത്രം പോലെയുള്ള സിനിമകൾ തമിഴിൽ ചെയ്തു, ഒരു ആന്തോളജി മൂവി ചെയ്തു, പുത്തൻ പുതുക്കാലെ. പക്ഷെ അതിനേക്കാളൊക്കെ നായകനും നായികയുമായിട്ട് തന്നെ 10-20 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. അത് മാക്സിമം പാണ്ഡ്യരാജ് സാർ യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് ഞങ്ങൾക്കത് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. ഓരോ സീനും രാവിലെ വായിച്ചു കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ, സഞ്ജന, അനന്തിക, മറ്റേ ഉർവശി, ഞാൻ, എല്ലാവരും, ബാക്കി കൂടെ അഭിനയിക്കുന്ന മിഷ്കിൻ സാർ, ഒരു മാസ്റ്റർ എന്നെ 4 ദിവസം മുമ്പ് മാസ്റ്റർ രണ്ടാമതൊരു ഡാൻസ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്തുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന രീതിയിൽ അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അദ്ദേഹം തരും. അദ്ദേഹം ചെയ്തു നോക്കിയ ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് കറക്റ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ എഴുതി വെച്ച പോലെ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടില്ല. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ ഇത്രയും എൻജോയ് ചെയ്ത് ഇത്രയും ചിരിച്ച്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉർവശിയുടെ ഓരോ റിയാക്ഷനുകളും തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ ആണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ളത്. പണ്ടും അതെ, ഉർവശിയുടെയൊക്കെ പല റിയാക്ഷനും ഞാൻ ചിരിച്ച് ഒരുപാട് ടേക്കുകൾ മലയാളത്തിലും വരാറുണ്ട്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചത്. 10 ടേക്ക് 12 ടേക്ക് കഴിയുമ്പോൾ പണ്ടേ സ്ഥലത്ത് ഞാൻ സോറി പറയും. എനിക്കത് നേരിട്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് രസകരമായ ദിവസങ്ങൾ, 10-40 ദിവസം. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തിയേറ്ററിൽ കിട്ടും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഒരുപാട് മറ്റേതൊന്നും പറയുന്നില്ല. ഇത് കോടികളുടെ സിനിമ, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ, 100 കോടി സിനിമ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ എങ്ങനെയാണ്, ഇതാണ്, ഒന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. ഒരു 2 മണിക്കൂർ ഫാമിലി എല്ലാവരുമായിട്ട്, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, കുട്ടികളെയൊക്കെ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അവർ വന്ന് തിയേറ്ററിൽ നിന്നാൽ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് തമാശകളും കുറച്ച് സസ്പെൻസും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സിനിമ പരിമള ആൻഡ് കോ. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സന്തോഷമായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. அந்த ക്യാരക്ടർക്ക് എന്നെ മനസ്സിൽ വന്നതില്ലേ, അത് താങ്ക് യു. താങ്ക് യു സോ മച്ച് ജയറാമേട്ട. പാണ്ഡ്യരാജ് സർ സംസാരിച്ചിട്ടേ ഇല്ല. എല്ലാവരും സംസാരിച്ച് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. எல்லாருக்கும் நமஸ்காரம். ரொம்ப சந்தோஷமா இருக்கு. கேரளாவில் நான் 4வது படத்துக்கு இந்த மாதிரி வந்து கலந்துக்கிறதுல எனக்கு ரொம்ப சந்தோஷம். எப்பவுமே கேரளா சினிமா ஒரு தனித்துவமான சினிமா. பரிமளா அண்ட் கோ, லைக்கா ப்ரொடக்ஷன்ஸ், சுபாஷ் கரன் சார் தயாரிக்க, தமிழ் குமரன் சார் சேர்ந்து தயாரிக்க, கோகுலம் மூவிஸ் வந்து இந்த படத்தை வந்து கேரளாவில் ரிலீஸ் பண்ணுறதுல எங்களுக்கு ரொம்ப ரொம்ப சந்தோஷம். ஒரு மிகப்பெரிய பேனர் இப்படி ஒரு படத்தை எடுத்து கேரளாவில் ரிலீஸ் பண்ணுறது வந்து எங்களுக்கு ரொம்ப சந்தோஷம். பரிமளா அண்ட் கோ இந்த ரொம்ப பிடிச்ச ஒரு படம். ஏன்னா தலைவன் தலைவி வந்து ஒரு மிகப்பெரிய பிளாக் பஸ்டர் மூவி. அதுக்கப்புறம் ஒரு பெரிய ஹீரோவோட தான் படம் பண்ணணும் அப்படின்னு பேசிக்கிட்டு இருந்தோம். ஆனால் இந்த ஸ்கிரிப்ட் வந்து எனக்கு இதை இமீடியட்டாக பண்ணணும் அப்படின்னு ஒரு ஆசையை கொடுத்தது. இருபக்கு இதை ஒரு குயிக் ப்ராஜெக்டாக இந்த படத்தை பண்ணிடலாம் அப்படின்ட்டு முடிவெடுக்கும்போது, யாரோட இந்த கதைக்குள்ளே போகலாம் அப்படிங்கும்போது எனக்கு ஜெயராம் சார் தான் ஃபஸ்ட்டு நகத்துக்கு வந்தார். ஜெயராம் சார் போகலாம் அப்படின்னு இது பண்ணோடனே ஊர்வசி மேம் தான் அடுத்த ஆப்ஷனாக இருந்தாங்க. ஏன்னா இவங்க வந்து கிட்டத்தட்ட 25 படம் பண்ணியிருக்காங்க. அது நான் நிறைய படங்கள் பார்த்துருக்கேன். அதில் எங்களுக்கு ரொம்ப முக்கியமாக எங்களுக்கு பிடிச்சது பஞ்சதந்திரம், அந்த காம்போ.
அதை ரசித்து ஒவ்வொரு தடவையும் இப்போவும் பார்க்கக்கூடிய ஒரு படம். இந்த காம்போ திருப்பி ஏன்னா 20 வருஷம் ஆச்சு இவங்க பண்ணேன், திருப்பி இந்த படம் அவங்க 2 பேரும் சேர்ந்து பண்ணால் எப்படி இருக்கும் அப்படிங்கிற ஒரு ஆசையை வந்து அசிஸ்டன்ட் டைரக்டர்லாம் சொல்லும்போது இந்த காம்போ எப்படி இருக்கும் அப்படிங்கும்போது செம்மையாக இருக்கும் அப்படின்னாங்க. எப்படி தலைவன் தலைவியில் வந்து விஜய் சேதுபதி நித்யா மேனன் அப்படின்னு சொல்லும்போது ஆர்வம் அதிகமாச்சோ அதை விட இதில் அதிகமாக சூப்பராக இருக்கும் அப்படின்னாங்க அசிஸ்டன்ட்ஸ். அப்புறம் ஃபஸ்ட்டு ஊர்வசி மேம்கிட்ட தான் போய் கதை சொன்னேன். அவங்க சொல்லும்போது சிரிச்சுக்கிட்டே இருந்தாங்க அந்த கதையை. அவ்வளவு ஒரு கதை சொல்லும்போதே நமக்கு தெரிஞ்சிடும் ஓகே இது வந்து கன்ஃபார்மாக ஹிட் ஆகும் அப்படின்னு. அடுத்து ஜெயராம் சார்கிட்ட சொன்னேன். ஃபர்ஸ்ட் ஆஃப் கேட்கும்போதே ஊர்வசி தான் பண்ணுறாங்கல்ல, ஏன்னா அவங்க பண்ணாதான் அது நல்லாயிருக்கும் அப்படின்னா. இல்லை சார் உங்கள்கிட்ட ஓகே பண்ணிட்டு தான் உங்கள்கிட்டயே வர்றேன் அப்படின்னோடனே அங்கேயே ஓகே பாதி கதைக்கு மேலே கேட்கல, நீங்கள் ஐடியாவை எனக்கு சொல்லுங்கள் போதும் அதை நம்ம பண்ணுவோம் அப்படின்ட்டாங்க. ஏன்னா 2 பேர் காம்போவில் வந்து நிறைய டைரக்டர்ஸ் நிறைய கதைகள் வந்து சொல்லியிருந்திருக்காங்க. அவங்க இதை வந்து சூஸ் பண்ணுறது எனக்கு ரொம்ப சந்தோஷம். இந்த படம் வந்து முதல் நாள் வந்து சாருடைய பிறந்த நாளில் தான் ஆரம்பித்தோம். அதுவே வந்து ஒரு இதுவாக இருந்தது, ஒரு பெரிய மாலையோடு தான் ஒரு மங்களகரமாக அந்த படத்தை ஆரம்பித்தோம். என்றைக்கு இதை ஆரம்பித்தோமோ அன்னையிலிருந்து படம் முடிக்கிற வரைக்கும் சிரிச்சுக்கிட்டே எடுத்த ஒரு படம் அப்படின்னா இதை சொல்லலாம். ஏன்னா ஒரு மிடில் கிளாஸ் லைஃபு, ஒரு சாதாரண ஃபேமிலி, ஒரு சின்ன வீடு தான், அந்த வீட்டுக்குள்ளே தான் இந்த படத்தை எடுக்கணும். ஆனால் அதை வந்து அந்த டயத்தில் வந்து பயங்கர வெயில், அதுலேயும் பத்தாவதுக்கு எங்கள் கேமராமேன் பிளாக்ல அதை போட்டு வீட்டையும் மூடி வைப்பில், வெளிச்சம் கூட வெளில தெரியாது. ஆனாலும் அதுக்குள்ளே அந்த டயத்தில் வைரல் ஃபீவர் வந்து பயங்கரமாக பரவிக்கிட்டு இருந்தது. எதுவுமே தெரியாமல் சந்தோஷமாக எடுத்தோம் அப்படின்னா இவங்க ஒவ்வொருத்தருடைய நடிப்பு தான். ஜெயராம் சார் பண்ணும்போது ஊர்வசியமாக சிரிச்சிருவாங்க. அதனால இந்த பக்கம் ஷாட் வச்சா சார் வந்து கண்ணை முடிக்குவார், ஏன்னா அவங்க நடிக்கிறத பார்த்து சிரிச்சிருவோம் அப்படிங்கிறதுக்காக. அந்த பக்கம் ஷாட் வைக்கும்போது ஊர்வசியமாக கண்ணை மூடிக்குவாங்க, ஏன்னா சார் ஏதாவது வேணும்னு ஒரு புஷ்பா ஒன்று பண்ணி விட்டுருவாரு, அவங்க பயங்கரமாக சிரிச்சிருவாங்க. இவங்க 2 பேரையும் கண்ட்ரோல் பண்ணி கொண்டு வந்தோம்னா இந்த பொண்ணுங்க 2 சிரிச்சிருவாங்க. ஸோ சிரித்து ரசித்து எடுத்த ஒரு படம் தான் பரிமளான் கோ. அடுத்து மிஸ்கின் சார் வர்றாரு, அவர் வந்தோம்னா அது இன்னும் அளப்பறையாக மாறுது. அப்புறம் அதுக்குள்ளே பத்தாவதுக்கு யோகி பாபு, அப்புறம் சாண்டி மாஸ்டர், எல்லாருமே இந்த படத்துக்குள்ள வந்து நான் எடுத்ததுலேயே ரொம்ப ஒரு குயிக்கான ரொம்ப ஸ்பீடான படம்னு சொல்லலாம், ஆனால் ஒரு குவாலிட்டியான படம்னு சொல்லலாம். ஊர்வசி அம்மா தான் சொன்னாங்க, மலையாளத்தில் தான் வந்து பக்காவாக பிளான் பண்ணி ஒரு 45-50 நாளுக்குள்ள ஒரு நல்ல படத்தை எடுப்பாங்க, எனக்கு வந்து மலையாள படம் எடுத்தது மாதிரி நீங்கள் எடுத்துட்டீங்க பாண்டியராஜ் அப்படின்னாங்க. எனக்கு அதுவே பெரிய பாராட்டாக இருந்தது. அப்படி பிளான் பண்ணி எடுத்ததுக்கு முக்கிய காரணம் ஜெயராம் சார், ஊர்வசி மேம், இந்த டீம் எல்லாருமே பக்காவாக. அதே மாதிரி என் ப்ரொடியூசர் தமிழ்குமரன் சார், சுபாஸ்கரன் சார் சப்போர்ட்டு. ஒரு நல்ல படம் எடுத்திருக்கோம். இது ஒரு நல்ல மிடில் கிளாஸுக்குள்ள நடக்கிற ஒரு, இங்கே எப்படி உங்களுக்கு திருஷ்யமோ அந்த மாதிரி அந்த மூடு. நிறைய பேர் கமெண்ட்ஸில் திருஷ்யமான்னு கேட்டுக்கிட்டே இருந்தாங்க. அதுக்கு தான் நாங்கள் அது பதிலே சொல்லிட்டோம். படத்துக்குள்ள அந்த 2 ரெஃபரன்ஸ் வச்சுருக்கோம். இது டோட்டலாக ஒரு 10-15 நிமிஷத்துக்கு அப்புறம் இந்த வேர்ல்டு வேறு மாதிரி இருக்கும். என்னன்னா இந்த படம் ஒரு த்ரில்லர் அப்படின்னா அது எல்லாமே சீரியஸாக போகும். நாங்கள் இந்த படத்தை வந்து ஒரு த்ரில்லரை படம் ஃபுல்லாக ஒரு 2 hours ஒரு டார்க் காமெடிக்குள்ளே எவ்வளவு சிரிக்க வைக்க முடியுமோ தேட்டருக்குள்ள அவ்வளவு ட்ரை பண்ணியிருக்கோம். அது நாங்கள் பார்க்கும்போது ரொம்ப ஒர்க் அவுட் ஆகிருக்குன்னு நம்புகிறோம். நீங்களும் கண்டிப்பாக தேட்டரில் போய் பாருங்கள். கண்டிப்பாக அந்த படம் வந்து நீங்கள் வெளில வரும்போது அடிபோலி அப்படின்னு சொல்லுவீங்களா, அந்த மாதிரி இருக்கும்னு நம்புகிறோம். தேங்க்யூ ஆல். கேரளா ஃபேன்ஸ் எல்லாம் இந்த படத்துக்கு சப்போர்ட் பண்ணுங்கள். ப்ளஸ் எல்லாரும் இங்கே வந்ததுக்கு ரொம்ப ரொம்ப சந்தோஷம். அதனால கண்டென்ட்டை நம்பி நாங்கள் வந்திருக்கோம். இந்த படத்தை நீங்கள் எல்லாருமே சப்போர்ட் பண்ணுங்கள். எல்லாருக்கும் ரொம்ப நன்றி. தேங்க்யூ. All right, thank you so much, sir. And it's time for the Q&A session. Laika Productions, Subhaskaran sir, and Tamil Kumaran sir, and all the production side, ഇതിൻ്റെ ടെക്നീഷ്യൻസ്, ബാക്കി കോ ആർട്ടിസ്റ്റ് എല്ലാവരോടും, അതിനേക്കാൾ ഉപരി കേരളത്തിൽ ഈ ചിത്രം നല്ല രീതിയിൽ ഇത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന ഗോകുലം മൂവീസിൻ്റെ ശ്രീ കൃഷ്ണമൂർത്തി സാറ്, ഗോകുലം ഗോപാലൻ സാർ, സുജിത്, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ചേരാമിട്ട ഇവിടെയാണ് ഇവിടെ അല്ല ജയറാമിട്ട, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ജയറാമിട്ട പറയുമ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അലി ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചത്. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ ടീസർ കണ്ടപ്പോഴാണ് ഭയങ്കര ഫണ്ണാണ്.
ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ ഇപ്പൊ പാണ്ഡ്യ സാറ് പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വെക്കുമ്പോൾ ജയറാമേട്ടന്റെ ചിരിയാണ്, ഇപ്പറ വെക്കുമ്പോൾ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്ന ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉർവശിയുടെ അടുത്ത് പറയും ഇത് ചെയ്യണോ, അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ചിരിയായിരുന്നു. ശശിൻ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാനും ജയറാമും അഭിനയിച്ചു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ എളുപ്പമാണെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് കൗണ്ടർ കൊടുത്താൽ ഉടനെ ജയറാമേട്ടൻ കൗണ്ടർ കൊടുക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് വെച്ചാൽ ജയറാമേട്ടൻ്റെ പേരാണ് എൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഈ സിനിമയോട് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇതിന് മുമ്പുള്ള സിനിമയ്ക്ക് മനസ്സിലാവും. ജയറാമേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഉർവശിയും ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയാള മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോൾ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കുക. ഉർവശിയെ പറഞ്ഞത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പ്ലീസ് ചെയ്യും. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ് സാറിന് അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഉർവശി എന്നെ കുടിക്കറേങ്ക കോഫി ടീ എതും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല, മോര് അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത് അത് അറിയാം കൃത്യമായിട്ട്. അതുകൊണ്ട് കട്ടിയാതെ വൺമോർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഫണ്ട് ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ളത്. ജനമേട്ട, അപ്പം ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. അപ്പം ഒരു വിശേഷം ഇപ്പം കണ്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് കൂടുന്നവരും എല്ലാ ആക്ടേഴ്സും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉർവശേഷി കണ്ടതിൽ ഏറ്റവും ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ആക്ടിങ്ങിലായാലും ഓൾസോ ജയറാമേട്ടനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഉർവശേഷിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ഇതുവരെ കണ്ടത്? ഇപ്പോൾ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്ക് പത്രികകള സാർ, ഉള്ളൊഴുക്ക് അയ്യോ എന്താണ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ് പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതിലൊരു ഞാൻ അതിശയം പോലെ നോക്കിയിരിക്കും. അങ്ങനെ എത്രയോ പേരുടെ കൂടെ കുറയ്ക്കാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി ഒരു പ്രാവശ്യം കൂടി എടുക്കാം. കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ.
ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് എൻജോയ് ചെയ്യുന്നവർ. ജനോട പിന്നെ ഹലോ ഇവിടെ തന്നെ ജനോട ഇപ്പം പൊന്നിയിൻ സെൽവന്റെ ഒക്കെ സെറ്റിനകത്ത് കിടന്നത് ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ജയറാമേട്ടനാണ് ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഈ പടത്തിന്റെ സെറ്റിൽ നടന്നു അതുപോലത്തെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാമോ? ഞാനത് പെട്ടെന്ന് ഒരുപാടുണ്ട് തോന്നില്ല. ഞങ്ങൾക്ക് അനന്തിക ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളിയാണ്. ഒരുപാട് കലകൾ കയ്യിലുള്ള ഒരാളാണ്. അഭിനയം മാത്രമല്ല, ഡാൻസിൻ്റെ തന്നെ വിവിധ ഡാൻസുകൾ പഠിച്ചിട്ടുണ്ട്, കഥകളി പഠിച്ചിട്ടുണ്ട്, കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്, മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഓരോ ദിവസവും ഞങ്ങൾ ഓരോന്ന് സെറ്റിൽ ചെയ്യിക്കും. അത് വളരെ ഇതാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എങ്കിലും റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തിക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ ഞാൻ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, തമിഴ് ഇന്ന് ഞാൻ തമിഴിൽ കലക്ക് നോയിക്കോളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വന്ന് സംസാരിച്ച് പാണ്ഡുരാജ് സാറിനൊരു താങ്ക്സ് പറഞ്ഞായിരുന്നു സ്റ്റേജിൽ. എനിക്ക് இந்த மாதிரி ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് പാണ്ഡരാജരാജരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി തോന്നി. അത് ആദ്യം ഒരു പാണ്ഡരാജനെ വന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് പാണ്ഡരാജരാജരാജരാജൻ സാറേ സോറി. ഇങ്ങനെ ഓരോ തമാശകൾ. നോർമലി ഇപ്പൊ ഒരു ഫാമിലി പടം ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ ഡാർക്ക് ഹ്യൂമറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലാസ്റ്റ് മോഹിനിയാട്ടം ഒരു ഇറങ്ങി ഭയങ്കര ഗംഭീര റെസ്പോൺസുകൾ കയറി. അപ്പൊ ഒരു കില്ലിംഗ് ആണെങ്കിൽ ഇപ്പൊ ഒരു ത്രില്ലർ ആണെങ്കിൽ പ്രേക്ഷകനെ ഇരുത്തി ചിരിപ്പിച്ച് കുടുംബത്തോടെ ഇരുത്തി ചിരിപ്പിക്കാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ഈ ട്രെയിലർ കാണുമ്പോൾ ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴും ഒരു എന്താ പറയാ മനസ്സിലൊരു എന്താ പറയാ ഇതൊരു ഷോർട്ട് ഹിറ്റ് ആണ് എന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ചിരിപ്പിക്കുകയും വേണം, അതേ ആ പ്രഷർ ഇവിടെയാണ് സാർ അതേ പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയും വേണം. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് സാർ? അത് എപ്പോഴും ഒരു ഡയറക്ടറുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് കൂടി സെയിം ഡയറക്ടർ ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് എഴുതുന്നത് ഇപ്പോൾ എന്താ പറയുക, രഘുനാഥ് പലേരി സാറൊക്കെ എഴുതിയിട്ടുള്ള അന്നത്തെ സിനിമകളിൽ ഒരു വാക്കുകൾ പോലും മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഇതിനകത്തൊരു ഹിഡൻ, സാർ നേരത്തെ പറഞ്ഞതാണ്, പകുതി കഥ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബാക്കി പറയണമെന്നില്ല, എന്നാ തുടങ്ങുന്നത്, നമുക്കിത് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് വേണം, ഉർവശി ഒന്ന് ചോദിക്കാൻ നോക്കായിരുന്നു. പുള്ളി പറഞ്ഞു ഓൾറെഡി ഉർവശി എടുത്താണ് സംസാരിച്ചത്, ഉർവശി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഉർവശി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാണ്ഡുരാജ് സാറിൻ്റെ സിനിമ വെച്ചു. കേട്ടു, ആ കഥ ഒന്നുകൂടി പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ലേ കേട്ടത്, ഇന്നലെയല്ലേ കേട്ടത്, പിന്നെ എന്താ എൻ്റെ അടുത്ത് പിന്നെയും പറയുന്നത്? അല്ല, എൻ്റെ അടുത്ത് ആരോ 2-3 കഥ പറഞ്ഞു, അതിൽ ഏതാണ് പാണ്ഡുരാജ് സാർ പറഞ്ഞ കഥ ഒന്നുകൂടി പറയൂ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കഥ അങ്ങോട്ട് ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇതിനകത്തൊന്നും ഹ്യൂമർ ചെയ്യേണ്ടി വന്നില്ല, എല്ലാം അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും. സാനിമാഷ് സാനിമാഷ് ഹലോ വണക്കം. സാനിമാഷ് അതെ ഈ അടുത്തൊരു ഡാൻസ് പെർഫോമൻസ് பார்த்துட்டு ജയറാമേട്ടനും സാനിമാഷും கூட. അപ്പം அதுக்குள்ள சானிமாஷ் ரொம்ப எக்ஸைட்டடா அவரை பார்க்குற மாதிரி இல்லை. எனக்கு ஆக்சுவலாக தெரிஞ்சிச்சு என்ன கேள்விட்டு. பட் நான் வந்துட்டு ஜெயராம் சார் வந்துட்டு அவர் லெஜெண்டரி ஆக்டர் எல்லாருக்கும் தெரியும். பட் நான் வந்துட்டு அவரோட டான்ஸ் வந்து மிகப்பெரிய ரசிகன் நான். பிகாஸ் தமிழில் வந்துட்டு ஏரோப்ளைன் பறக்குது பாரு அது பாட்டு ஒன்று எனக்கு ரொம்ப ரொம்ப பிடிக்கும். ஆக்சுவலாக இங்கே மலையாளத்தில் நீங்கள் சன் என்ன படம், நீங்களும் சன் ஒரு படம் பண்ணிக்கல, அதில் பண்ண வேண்டிய நான் சாங்கு. பட் நான் ஆக்சுவலாக டேட் சந்தேகத்துலன்னா நான் பண்ணல. பட் நான் அப்போ வந்துட்டு காளிதாஸ்கிட்ட சொன்னேன், காளி உன்னை விட உங்கள் அப்பா வந்துட்டு பயங்கரமான டான்ஸரு, அவருக்கு இப்போ உனக்கு பண்ணணும்னு ஆசை இல்லை, எனக்கு அவருக்கு கோரியோ பண்ணணும்னு ஆசை,
பட் மிஸ் ஆயிடுச்சு. கண்டிப்பாக நெக்ஸ்ட் ஏதாவது மூவியில் பண்ணணும்னு ஆசைப்பட்டேன். அப்போது இந்த ஆடியோ லான்ச் அப்போ வந்து நான் சாரை கேட்டேன், சார் இது மாதிரி ஒரு கண்டென்ட் இருக்கு சார், பண்ணலாமா? எனக்கு வந்து உங்களை வந்துட்டு அந்த டான்ஸ் ரீக்ரியேஷன் ஆடணும்னு எனக்கு ரொம்ப ஆசைனோனையும் சார் வந்து பயங்கர எக்ஸைட்டடார். ஐயோ பண்ணலாம் மாஸ்டர், பண்ணலாம் மாஸ்டர். அது வந்து பெருசாக ரிஹர்சல் பண்ணார். ஷோ அந்த அன்னைக்குன்னா அதுக்கு முன்னாடி ஒரு 1 hour முன்னாடி தான் சும்மா லைட்டாக ஒரு ரிஹர்சல் பண்ணார். அதில் ஸ்டேஜில் வந்தோடனே அது பிளாஸ்ட் ஆகிடுச்சு, ஃபுல் ஹெவி. எல்லாமே அதுதான் இப்போ சோஷியல் மீடியாலாம் போயின்னு வந்து எல்லாருமே வந்துட்டு மெசேஜ் பண்ணி என்னப்பா அவர் இந்த எனர்ஜியாக இந்த நான் வந்துட்டு நீங்கள் அவர் ஆட்டை நான் ரசிக்கிறேன், அவரை டான்ஸை. அந்த ரியாக்ஷனோட பார்க்கறது தான் எனக்கு ரொம்ப ஹாப்பியாக இருந்தது. அவர் கூட அந்த ஸ்டேஜில் அவர் கூட நான் டான்ஸ் ஆனது எனக்கு பயங்கர ஹாப்பி. അതാണ് അത് ആക്ച്വലി അതാ ജയറാമേട്ടാ, അത് അവിടുന്ന് വന്നതിന് മുന്നേ തൊട്ടടുത്തിരുന്ന ആൾ എന്നോട് പറഞ്ഞു പ്ലീസ് 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 പ്ലീസ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. லாஸ்டா യെസ് ഓൾറൈറ്റ് ட்ரை பண்ணுவோம். இருக்கு நம்மகிட்ட இருக்கு. நான் ட்ராக் வேணா தரேன், நீங்கள் அதை ப்ளே பண்ணுங்க. சங்கர் சார் ஆல்சோ இப்போ இந்த மூவிக்குள்ளே நடிக்கும்போது இப்போ ஜெயராம் சார் கூட ஆയാലും ഉർവശിമാ கூட ஆയാലും அவ்வளோ எக்ஸைட்டடாக நீங்கள் பார்த்த ஒரு சீன் അല്ലെങ്കിൽ நீங்கள் என்ன ஆக்டிங் இது அந்த மாதிரி இருந்த ஒரு சிச்சுவேஷன் ஏதாவது சொல்லுங்கள். இல்லை ஆக்சுவலாக வந்துட்டு சார் வந்துட்டு எனக்கு ஒரு காம்பினேஷன் வந்து நான் தான் ரொம்ப பேசினே இருப்பேன். இவர் வந்து அந்த சைலண்ட்லேயே ரியாக்ஷன் காலி பண்ணிட்டு போயிடுறாரு, ஆஃப் பண்ணிடுறாரு. டைலாக்கில் அந்த ஃபேஸ் ரியாக்ஷனில் அந்த கண் பார்வையில் அதுலேயே நான் எக்ஸ்பெஷலி முடிச்சிடுவேன்ற மாதிரி தான். நம்ம எவ்வளோ தான் கத்தி ஓவராக பேசினாலும் பட் அந்த ஃபேஸில் அந்த ஷட்டிலாக ஒரு ஆக்டிங் ஒன்று இருக்குல்ல, அது வந்துட்டு வாய்ப்பு இல்லைனால நான் வந்து பேசுவேன், யாரா அந்த மனுஷன் இந்த ஓவராக மூஞ்சி வந்துட்டு என்ன ரியாக்ஷன் இது, இதெல்லாம் நான் அந்த டைலாக் பேசுகிறப்ப நான் யோசிப்பேன், இப்போ என்னடா இது டப்புன்னு காலி பண்ணுறாருன்ற மாதிரிலாம் இருக்கும். அவங்களும் சரி ஊர்வசியமாவும் சரி, அதான் இவங்களுக்கு வந்து ரொம்ப வந்துட்டு ஆக்சுவலாக இவங்க வந்து இந்த படத்தில் நடிக்கல, அப்படியே அந்த கேரக்டராக வாழ்ந்து தான் இருக்கிறாங்க. அந்த இடத்துக்கு நம்ம இவ்வளோ தான் ரியாக்ட் பண்ணணும், இதுக்கு மேலே பண்ணக்கூடாது, இவ்வளோ தான் அந்த கேரக்டர் இவ்வளோதான்ற மாதிரி. அதெல்லாம் வந்துட்டு கிஃப்ட்டு தான் ஷேர் பண்ணுது. அதான் சாருக்கு தான் தேங்க்ஸ் சொல்லணும், பாண்டியா சார் தான் இவங்க கூடலாம் நான் நடித்ததுக்கு. உங்களோட எல்லா படம் பார்க்கும்போது ஒன்னொன்னு வெவ்வேறு தோணுது. எல்லா படத்தையும் எல்லாம் பார்க்கும்போது ஒரு ஃபேமிலி காமெடி கில்லர் மாதிரி இருக்கு. അപ്പം ஒவ்வொரு ஜோனரும் ஒவ்வொரு ஆடியன்ஸ் தான் இருக்கு. இது எந்த மாதிரி ஆடியன்ஸுக்கு கான்செப்ட் பண்றாங்க? இல்லை இது ஃபேமிலி ஆடியன்ஸ்க்கு தான். என்னுடைய படம் எல்லாமே ஃபேமிலியாக தான் வந்து பார்ப்பாங்க. இது என்னன்னா அதில் கொஞ்சம் என்ன எக்ஸ்ட்ரானா த்ரில்லரில் கடைக்குடி சிங்கம், நம்ம வீட்டு பிள்ளை, தலைவன் தலைவி எல்லாமே அந்த ஒரு வில்லேஜுக்குள்ளேயே எடுத்திருப்பேன். இது கொஞ்சம் பாலக்காட்டில் உள்ள ஒரு குடும்பம் சென்னை பட்டினம்பக்கத்தில் வாழும்போது அங்கே நடக்கிற ஒரு பிரச்சனையில் அது த்ரில்லராக மாறுது. அதனால அது த்ரில்லர் ஜேனர் தான். அந்த த்ரில்லரில் வந்து அது ஒரு டார்க் காமெடி டீட்டில் கொடுத்துருங்க. என்னுடைய படங்கள் பசங்கள்லேருந்து எல்லாமே ஃபேமிலி ஆடியன்ஸுக்கான படமாக தான் இருக்கும். இந்த படத்தில் வந்து சாண்டி மாஸ்டருடைய ஏரியாலாம் வந்து இன்னைக்கு ஜென்சி கிட்ஸ்ன்னு சொல்கிறாங்களே, அந்த பசங்களுக்கு வந்து ரொம்ப பிடிக்கிற மாதிரி ஏரியாவாக இருக்கும். அந்த வாட்சா விடாத சாங்கு அதெல்லாம் இது எல்லா ஆடியன்ஸுக்குமான ஒரு ஜனரஞ்சகமான ஒரு நல்ல ഫാമിലിയോടെ പോയി എൻജോയ് பண்ணிட்டு വர ഒരു നല്ല ഫാമിലി പടം தான். നോർമലി ഏത് സീനുകൾ എടുത്ത് നോക്കിയാലും ജയറാമേട്ടനും ഉർവശി ചേച്ചി കോമ്പോ ആണെങ്കിൽ അവരെ തന്നെ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ആക്ടേഴ്സ് ആണ് അവര്. இப்போ உங்களோட ஸ்கிரிப்டிங்ல ஏதாவது அவங்களோட ஆக்டிங் பார்க்கும்போது இந்த சீன் இந்த மாதிரி எடுத்துக்கலாம் அப்படி ஏதாவது சிச்சுவேஷன் வந்திருக்கா? இருக்கு. சில இடங்கள்ல வந்து ஸ்கிரிப்ட்ல இல்லாததை அவங்களே எக்ஸ்ட்ரா கொடுக்குற ரியாக்ஷன்லேயே அது ரொம்ப அழகாயிடும். அது டைலாக்காவோட மாற வேண்டிய அவசியம் இல்லை. அவங்க கொடுக்குற இந்த மூடு அப்படின்னு நம்ம சொல்லி கொடுக்கும்போது அவங்க அந்த இடத்துல கொடுக்குற எக்ஸ்பிரஷன் வந்து அன்எக்ஸ்பெக்டடாக இருக்கும். இது இப்போ இந்த ட்ரெய்லரில் பார்த்தீங்கல்ல ஊர்வசியம், அந்த ரியாக்ஷன்லாம் வந்து நான் சொன்னது ஒன்று அவங்க கொடுத்தது ஒன்று, அதை திருப்பி கொடுங்கன்னா அவங்களுக்கு கொடுக்க தெரியாது. சார் சொல்கிறது மாதிரி தான் 10 டேக் போனால் 10 டேக்லேயும் 10 ரியாக்ஷன் கொடுப்பாங்க. அந்த மாதிரி நிறைய இடங்கள்ல வந்து சாரும் அம்மா எல்லாருக்குமே, அது சாண்டி மாஸ்டர் எல்லாத்துக்குமே நான் எப்பவுமே வந்து இதுதான் பண்ணணும், இந்த மீட்டுக்குள்ளே தான் பண்ணணும் அப்படின்னு ஒரு அடக்கிறது ஒரு இது கிடையாது. ஏன்னா எல்லாருமே ஒவ்வொரு கலைஞர் அவங்களுக்குள்ள இருந்து என்னத்தை எடுத்துக்கலாம் அப்படின்னு பார்க்குற டேரக்டர் தான். அதனால இந்த இதில் வந்து நிறைய கொடுத்துருக்காங்க ரியாக்ஷனாக. அது ரொம்ப இருக்கும். அது தேட்டரில் பார்க்கும்போதே தெரியும். இந்த படத்தில் ஏதாவது அந்த காமெடியை சொல்லுங்களே சிரிக்கிற மாதிரினா சொல்லவே முடியாது. எல்லாமே வந்து சுச்சுவேஷன் காமெடியாகவே இருக்கும். அது சீனாக கோர்வையாக பார்க்கும்போது மட்டும்தான் இந்த படத்தில் வந்து அவ்வளவு காமெடிகள் இருக்கிறது தெரியும். நிறைய കൊടുത്തിരിക്കാங்க. ജയറാമേട്ടൻ ഈ കട്ട് പറയാൻ വേണ്ടി പാണ്ഡ്യ സാറ് കുറച്ച് പാടുവിട്ടാണ്. നിങ്ങൾ ചിരി നിൽക്കുന്നില്ല.
പാണ്ഡ്യൻ സാറും ചിരിയായിരിക്കുള്ളൂ നിങ്ങൾ ഓരോ സീൻ എടുക്കുമ്പോൾ. അങ്ങനെ കറ്റ് പറയാൻ മറന്നുപോയ ഒരു സിറ്റുവേഷൻ ഏതായിരിക്കും? ഇല്ല, അങ്ങനെ ഇത് നമ്മൾ പറയുമ്പോൾ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ലട്ടോ വലിയ. ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡുണ്ട്. ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങൾ പാലക്കാട് ഒരു ഇൻസിഡൻറ്റിന് വേണ്ടി പോകുന്നതാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്തിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചിരിച്ച്. അപ്പോൾ അതെനിക്ക് പർട്ടിക്കുലറായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. தமிழ்ல நிறைய ஆர்டிஸ்ட் இருக்கும்போது ஜெயராம், ஊர்வசி எதுக்கு? அவங்க தமிழ் ஆர்டிஸ்ட் தான். மலையாளத்தோட தமிழில் தான் அதிகமாக நடிச்சிருக்காங்க அவங்க கம்போவில். இல்லை, நான் தமிழ் ஆர்டிஸ்ட், மலையாளம் ஆர்டிஸ்ட், தெலுங்கு ஆர்டிஸ்ட் நான் பார்க்குறது இல்லை. ஆர்டிஸ்டாக பார்க்குறது. இந்த கதையில் வந்து இல்லை, ஆக்சுவலாக இந்த கதையை வந்து நான் வந்து ரஜினி சார் பண்ணால் எப்படி இருக்குன்னு ஃபஸ்ட்டு யோசித்தேன். அவருக்கு பண்ணனா அது வேற ஒரு வெர்ஷன் பண்ணணும். அப்புறம் கமல் சார் நடித்தா எப்படி இருக்கும்னு நான் யோசித்தேன். அவர் திருஷம் பாபாநாசம் பண்ணிட்டாரு. அப்போ அடுத்த ஆப்ஷனுங்கும் போது எனக்கு இந்த 2 லெஜெண்ட்ஸ் தான் ஞாபகத்துக்கு வந்தாங்க. அதனால அவங்கள வச்சே பண்ணிட்டேன். ரெண்டும் சேர்ந்த கலவையான்னு கேக்குறீங்களா? கண்டிப்பா. இந்த படத்துல மாஸ் இருக்கு, கிளாஸ் இருக்கு, எல்லாமே காமெடி இருக்கு, எமோஷன் இருக்கு, எல்லாமே இருக்கு. ரஜினி சாருக்கு பண்ண வெர்ஷன் வேற, சாருக்கு வேற ஒரு வெர்ஷன் பண்ணியிருக்கோம். ஆனாலும் எல்லா மொமெண்ட்டுமே சாருக்கு இருக்கு. சார் படம் பார்க்கும்போது பார்த்தீங்கன்னா தெரியும், அது ஒரு பெரிய சர்ப்ரைஸ் உங்களுக்கு நிறைய இருக்கு. மிஸ்கின் எப்படி? ஆமாம், நானும் மிஸ்கின் சாரும் 10 வருஷமா ஃப்ரெண்டு. இந்த கதையில் வந்து மிஸ்கின் சார் இருந்தால் ரொம்ப நல்லா இருக்கும் அப்படின்னு தோணுது. அதனால வந்து எப்படி இந்த கேரக்டர் வந்து ஜெயராம் சாரும் ஊர்வசியும் இல்லாமல் வேற யோசிக்க முடியலையோ அந்த கேரக்டரை வந்து மிஸ்கின் சார் மட்டும்தான் பண்ண முடியும். ஏன்னா பயங்கரமான ஒரு வில்லத்தனமான கேரக்டர். அவர் தான் படத்தில் சாண்டி மாஸ்டர் வில்லன்னா, சாண்டி மாஸ்டர் வில்லன் கிடையாது, அதில் ஒரு ஹீரோ, அவர் தான் வில்லன். அப்படின்னால அந்த வில்லனை வந்து ஸ்ட்ராங்காக பண்ணணும் அப்படிங்கிறதுக்காக மிஸ்கின் சார்ட்ட போனோம். பட் அவரை கண்ட்ரோல் பண்ணுறது ரொம்ப கஷ்டம். ஆனாலும் இந்த படத்தை வந்து அவ்வளோ அழகாக நடித்து கொடுத்து அவ்வளோ சூப்பராக பண்ணிட்டாரு. மிஸ்கின் சாருடைய கேரக்டரும் நிறைய சர்ப்ரைஸாக இருக்கும். பாரு, கறந்து போயிடுச்சு. ജയറാമേട്ടൻ നോർമലി പറഞ്ഞ പോലെ കഴിഞ്ഞ ലാസ്റ്റൊക്കെ മലയാളത്തിൽ 1000 ആശകളായിരം അതിലെ ഒരു സീനുണ്ട്. അപ്പം ജയറാമേട്ടൻ വാട്ട് ഇസ് ആൻ ആക്ടർ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൊമെന്റ്, ഒരു സ്ക്രീനിൽ ഒരു പ്രേക്ഷകന് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ജയറാമേട്ടൻ ആ ഒരു സീൻ, ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു സീനുണ്ട്. ശരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റുന്ന ഒരു കലാകാരനകത്ത് ആവുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഇത്ര മൾട്ടി ലാംഗ്വേജിൽ ഒരേപോലെ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. എന്താണ് അതിന്റെ ഒരു സ്പിരിറ്റ്, ആ ഫയർ എന്താണ് ജയറാമേട്ടൻ? എന്ത്, ഞാൻ ഇതിനൊരു എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. എന്താ പറയുക, അതിന് ഒന്നുമില്ല. ഞാനൊരു ബേസിക്കായിട്ടൊരു എന്താ പറയുക, ഇപ്പം പലതും പറഞ്ഞില്ലേ, മെത്തേഡ് ആക്ടർ, അത് ഇത്. ഞാൻ ഇന്നേ വരെ ഒരു ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഏത് ഭാഷയാണെങ്കിലും, തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡമാണെങ്കിലും നമ്മുടെ ഭാഷയാണെങ്കിലും ഒന്നും അത് പ്രിപ്പയർ ചെയ്യുകയോ എനിക്കത് പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ബേസിക്കായിട്ട് ഒരു ജന്മനാ ഒരു ഭയങ്കര ആക്ടറായിട്ടൊന്നുമല്ല. സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റേജ് പെർഫോമൻസ് നിന്ന് അങ്ങനെ സിനിമയിലേക്ക് വന്ന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഡയറക്ടേഴ്സ് എല്ലാവരും, പത്മരാജൻ സാർ തൊട്ട് സിബി മലയിൽ സാർ തൊട്ട് IV ശശി തൊട്ട് രാജസേനൻ തൊട്ട്
മറ്റ് എല്ലാം സത്യനന്ദിക്കാട്, കമൽ, അങ്ങനെ എല്ലാം നല്ല 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 ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അവർ നന്നാക്കി അതിനെ മോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ കുറച്ചായിട്ട് അവിടെ നിന്ന് എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും അതങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ വന്നിട്ട് അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഡയറക്ടറുടെ ചോയ്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവാറുണ്ട്. അതിലൊരു ദൈവാധീനവും ഇല്ല, അങ്ങനെ പോകും. അത് തന്നെ. Alright. Thank you so much. Last question ആണ് ഇത്.